അഷ്ടമുടിക്കായലിൻ്റെയും അറബിക്കടലിൻ്റെയും അലകൾ ഒരുപോലെ വീശിയെത്തുന്ന കൊല്ലം എന്നും വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ ശൈലി കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. ഇക്കുറിയും ആ പതിവ് കൊല്ലം തെറ്റിച്ചില്ല. സിനിമാ നടനായ എതിർ സ്ഥാനാർത്ഥിയെ നേരിടാൻ സിനിമാ പോസ്റ്റർ പ്രചാരണവുമായിട്ടാണ് RSP രംഗത്തെത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനായുള്ള പ്രചാരണം. ഹിറ്റായ പ്രേമലു, കൊല്ലം സ്ക്വാഡ് പോസ്റ്ററുകൾക്ക് ശേഷം പ്രേമയുഗം പോസ്റ്റർ എത്തിയിരിക്കുകയാണിപ്പോൾ. ഭ്രമയുഗത്തിലെ മനയ്ക്ക് പകരം ജഡായി പാറയുടെ പശ്ചാത്തലത്തിലാണ് പോസ്റ്റർ. എന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടൻ മുകേഷ് ആകട്ടെ MLA എന്ന നിലയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തൊട്ടുകാണിച്ച് ഏകാന്ത ചന്ദ്രിക പാടിക്കൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. NDAയ്ക്ക് വേണ്ടി നടൻ കൃഷ്ണകുമാറും എത്തിയതോടെ സിനിമാക്കാർ തമ്മിലുള്ള പോരാട്ടം കൂടിയായി കൊല്ലം മാറിയിരിക്കുകയാണ്. സിനിമാക്കാർക്ക് വേണ്ടി കൊല്ലം വഴിമാറുമോ അതോ ഹാട്രിക് വിജയം നേടി പ്രേമചന്ദ്രൻ എത്തുമോ എന്ന് കൊല്ലം തീരത്ത് അലയടിച്ചെത്തുന്ന തിരമാലകളെപ്പോലെ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. 2008 മണ്ഡല പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത്. നിലവിൽ ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭയുടെ ഭാഗമായി വരുന്നത്. LDFും UDFും RSPയും ഒരുപോലെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് കൊല്ലമെങ്കിലും RSPയെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്തെ ഒരേയൊരു സ്വാധീന മേഖലയാണ് കൊല്ലം. പാർട്ടിയുടെ വികാരം അറിയുന്ന കൊല്ലം സീറ്റ് CPM ഏറ്റെടുക്കുകയും RSPയെ തഴയുകയും ചെയ്തതോടെയാണ് 2014 RSP LDF മുന്നണി വിട്ട് UDFിലെത്തിയത്. അന്ന് NK പ്രേമചന്ദ്രനെയായിരുന്നു RSP മത്സരിപ്പിച്ചത്. CPMനെ തറപറ്റിച്ച പ്രേമചന്ദ്രൻ 2018 തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. ഹാട്രിക് വിജയം ലക്ഷ്യം വെച്ച് മൂന്നാം അംഗത്തിന് പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ കൊല്ലത്തെ സിറ്റിംഗ് MLA ആയ M മുകേഷിനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് CPM ഒരുങ്ങുന്നത്. 1952 ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ RSPയുടെ കുലപതിയായ N ശ്രീകണ്ഠൻ നായരായിരുന്നു കൊല്ലത്ത് വിജയിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ R വേലായുധനെ 26,221 വോട്ടിന് തോൽപ്പിച്ചായിരുന്നു വിജയം. എന്നാൽ 1957 രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായർ പരാജയം രുചിച്ചു. CPMൻ്റെ PK കൊടിയനായിരുന്നു അന്ന് വിജയി. 62 തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായർ മണ്ഡലം തിരിച്ചുപിടിച്ചു. 77 വരെ അദ്ദേഹം വിജയം ആവർത്തിച്ചു. 1980 ശ്രീകണ്ഠൻ നായരെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ BK നായരായിരുന്നു വിജയിച്ചത്. അന്ന് LDFിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ മത്സരിച്ചത്. അടുത്ത തവണയും BK നായർ വിജയിച്ചു. 89 S കൃഷ്ണൻ നായരിലൂടെ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തി. 1989 1991 കൃഷ്ണൻ നായർ ഇവിടെ വിജയിച്ചതോടെ ശ്രീകണ്ഠൻ നായർക്ക് ശേഷം കൊല്ലത്ത് നിന്ന് ഹാട്രിക് വിജയം നേടുന്ന നേതാവായി കൃഷ്ണൻ നായർ മാറി. 1996 RSPയുടെ അന്നത്തെ യുവ നേതാവായിരുന്ന NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിച്ചത്. കന്യംഗത്തിൽ തന്നെ അദ്ദേഹം കൃഷ്ണൻ നായരെ വീഴ്ത്തി. 78,370 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രേമചന്ദ്രൻ്റെ ജയം. 1998 പ്രേമചന്ദ്രൻ വിജയം ആവർത്തിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനെ തഴഞ്ഞ് കൊല്ലം സീറ്റ് CPM ഏറ്റെടുത്തു. ഷിബു ബേബി ജോൺ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ RSP പിളർത്തി LDF വിട്ട് UDFിലേക്ക് ചേക്കേറിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. അങ്ങനെ ആദ്യമായി കൊല്ലം സീറ്റിൽ CPM മത്സരത്തിനിറങ്ങി. ആദ്യ പോരാട്ടത്തിൽ P രാജേന്ദ്രൻ CPMന് വേണ്ടി വിജയിച്ചു. 2014 RSPക്ക് സീറ്റ് നൽകാതെ CPM മത്സരിക്കാനൊരുങ്ങിയതോടെ RSP LDF വിട്ട് UDFിലെത്തി. ആ വർഷം കൊല്ലത്ത് CPMനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു. UDF പ്രേമചന്ദ്രനെ ഇറക്കിയപ്പോൾ MA ബേബിയായിരുന്നു CPM സ്ഥാനാർത്ഥി. എന്നാൽ CPMന് പിഴച്ചു. 37,649 വോട്ടിന് പ്രേമചന്ദ്രൻ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രേമചന്ദ്രനെതിരെ പിണറായി നടത്തിയ പരനാറി പ്രയോഗമടക്കം പരാജയത്തിന് കാരണമായതായി CPM പിന്നീട് വിലയിരുത്തി. 2019 NK പ്രേമചന്ദ്രനിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ അന്നത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാലിനെയായിരുന്നു CPM മത്സരിപ്പിച്ചത്. എന്നാൽ 1,48,886 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ പ്രേമചന്ദ്രൻ കൂറ്റൻ വിജയം നേടി. ഇത്തവണ മുകേഷിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനാവുമെന്നാണ് ഇരുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ശ്രീകണ്ഠൻ നായർക്ക് ശേഷം മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടുന്ന RSP നേതാവാകും പ്രേമചന്ദ്രൻ എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്.